സിവിൽ സർവീസ് പരിശീലനത്തിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്? സിവിൽ സർവീസ് പരിശീലനത്തിന് നിരവധി സ്കോളർഷിപ്പുകൾ ഇന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ചും SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ്. അത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കോച്ചിങ് ഫീസ് 1.25 ലക്ഷം രൂപ വരെ അവർക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ അവരുടെ ഹോസ്റ്റൽ ഫീ, ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീ, അതും ബുക്സിനും എല്ലാം കൂടി ചേർത്ത് 2 ലക്ഷം രൂപയോളം ടോട്ടൽ അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. OBC വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് പ്രിലിമിന് 25,000 കിട്ടും, പ്രിലിം പാസ്സായാലും 25,000 കിട്ടും. നേരത്തെ ഉഡാൻ എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിലിം പാസ്സായാൽ 1 ലക്ഷം രൂപ ക്രിസ്ത്യൻ, ജൈൻ, പാർസി, സിഖ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് ഗവൺമെന്റിന്റെ മറ്റ് സ്കോളർഷിപ്പുകൾക്കൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ പ്രധാനമായിട്ട് ഇതാണ്. കൂടാതെ മുന്നോക്കക്കാർക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അത് 10,000 rupees ആണ് കിട്ടുക. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്സിന് അപേക്ഷിക്കും. ഇത് കൂടാതെ പ്രൈവറ്റ് NGOs അല്ലെങ്കിൽ അക്കാഡമികൾ നൽകുന്ന സ്കോളർഷിപ്പ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അബ്സല്യൂട്ട് IAS അക്കാഡമി റെഗുലർ ആയിട്ട് സ്കോളർഷിപ്പ് എക്സാം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഫീസിന്റെ 90% വരെ സ്കോളർഷിപ്പ് നൽകാറുണ്ട്. അബ്സല്യൂട്ടിൽ തന്നെ ചിത്രശലഭം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരുടെ കോച്ചിങ് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. 1 രൂപ പോലും അവർ മുടക്കേണ്ടത്. ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് പഠനം ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ല. പലപ്പോഴും സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുമില്ല. അംഗീകൃത അക്കാഡമികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ OBC സ്കോളർഷിപ്പ് ഒക്കെ കഴിഞ്ഞ വർഷം അബ്സല്യൂട്ടിൽ തന്നെ ഒരു 40ഓളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുണ്ട്. അതുപോലെ ലക്ഷ്യ പോലെയുള്ള സ്കോളർഷിപ്പ് പട്ടികജാതി വികസന വകുപ്പ്